എപ്പിസോഡ് തുടക്കത്തിൽ ഒരു പച്ച കളർ വെളിച്ചം പടരുന്നതാണ് കാണിക്കുന്നത്. അതിനകത്ത് നിന്ന് രാൻഗ്രീസ് ആണ് ഇറങ്ങി വരുന്നത്. 13 വാൽക്കറി സിസ്റ്റേഴ്സും ഇവിടെയുണ്ട് സിസ്റ്റർ. ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് മെയിൻ സ്ഥലമാണ് ഫൈറ്റ് അടയ്ക്കുന്നത്. ലുബുവിൻ്റെ വെപ്പൺ ഇതാ തിളങ്ങുന്നു. ശരിയാണ്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ലുബുവിൻ്റെ വെപ്പൺ ഒരു പച്ച കളറിൽ തിളങ്ങുന്നുണ്ട്. ഈ ഒരു പവറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഇനി ഇച്ചിരി ബാക്കിലേക്ക് പോകാം. മാച്ച് തുടങ്ങുന്നതിന് മുമ്പേ രാൻഗ്രീസ് നമ്മുടെ ഫൈറ്റ് നടക്കുന്നതിൻ്റെ മുകളിലുണ്ടായിരുന്നു. അവളും ഒരു പച്ച കളറിൽ തിളങ്ങുന്നുണ്ട്. ഇവളാണ് 4th സിസ്റ്റർ ഓഫ് വാൽക്കരി. അപ്പോൾ അവൾ നേരത്തെ മുകളിലുണ്ടായിരുന്നു. അവൾ ഡിവൈൻ ട്രഷർ വോർച്ച് എന്ന് പറഞ്ഞ് തൻ്റെ അതിമാരകമായ ടെക്നിക്കായ വോളണ്ടർ ഉപയോഗിക്കുന്നു. വോളണ്ടർ ഒരു ടെക്നിക്കാണ്. വോളണ്ടർ ഉപയോഗിച്ച് രാൻഗ്രീസ് തൻ്റെ ബോഡി ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അവളുടെ ബോഡി ലുബുവിൻ്റെ കയ്യിലുള്ള ആ ഒരു വെപ്പണിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. ഒരുമാതിരി ആ വെപ്പണല്ലേ, ആ വെപ്പണിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സീനിൽ ലുബുവിൻ്റെ കയ്യിൽ വന്നിരുന്ന വെപ്പൺ. അല്ലാണ്ട് മാജിക് പവർ ഒന്നും ലുബുവിൻ്റെ ഇല്ല. ആ ഒരു വെപ്പൺ ഉള്ളിൽ രാൻഗ്രീസിൻ്റെ സോളാണുള്ളത്. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ പ്രസൻറ്റിൽ ഇത് കിടന്ന് തിളങ്ങാനുള്ള കാരണവും. അതിൻ്റെ ഉള്ളിലുള്ള അവളുടെ സോള് ഉള്ളത് കാരണം മാത്രമാണ് ഇത് ഇത്ര അടി വാങ്ങിയിട്ട് പൊട്ടാത്തത്. ഇത് ഇവന് നേരത്തെ അറിയാം. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഇതൊരിക്കലും പൊട്ടാത്തൊരു വെപ്പണാണെന്ന്. അപ്പോൾ തന്നെ തോർ അടി കൊടുക്കുന്നുണ്ട് ആ വെപ്പണിട്ട് തന്നെ. അത് ഈസി ആയിട്ട് തട്ടി മാറ്റുവാണ് നമ്മുടെ ലുബു. അതൊരു പുഞ്ചിരിയോടെ മാത്രമാണ് തട്ടി മാറ്റുന്നത്. എന്നിട്ട് 4th സിസ്റ്റർ ഓഫ് രാൻഗ്രീസിൻ്റെ അടി കൊണ്ടിട്ട്, അല്ലെങ്കിൽ ആ വെപ്പണിൻ്റെ അടി കൊണ്ട് തോറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷീൽഡുണ്ട്, ആ ഷീൽഡ് അങ്ങോട്ട് പൊട്ടിപ്പോവാണ്. ആ ഷീൽഡ് പൊട്ടിപ്പോയി തോറിനെ എളുപ്പമായിരിക്കും ഡിഫീറ്റ് ചെയ്യാൻ. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് കിടിലം അല്ല കിടിലോസ്കിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അവിടെ ഒരുത്തൻ പറയുന്നുണ്ട് നിനക്കറിയില്ല മോനെ ആരാണ് ലുബു, തൻ്റെ ജീവരക്ഷിച്ച ഇവിടെ നമ്മുടെ ലുബുവിൻ്റെ ശിഷ്യന്മാരൊക്കെ ആണെങ്കിൽ ലുബുവിനൊക്കെ അൾട്രാ പ്രോമാക്സ് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലുബുവിൻ്റെ ശിഷ്യൻ ഇപ്പോഴും ഒരേ വാക്ക് മാത്രമേ വായിന്ന് വരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ഹെർംസ് പറയുന്നുണ്ട് സിയൂസ് നിങ്ങളെ നോക്ക്, ഇതിപ്പോൾ ഒരു വാൽക്കരിയിലെ സിസ്റ്ററാണെന്ന് കരുതും, ഇതിപ്പോൾ നോർമൽ ഒരു വാൽക്കരിയിലെ സിസ്റ്ററാണെന്ന് കരുതും. ഇവളുടെ ബോഡി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. അവളുടെ ബോഡീനെ ചെറുതാക്കിയിട്ട് കൂർത്ത അമ്പൂലാക്കി. ഇപ്പം ഇതൊരു വെപ്പണാണ്. ഇതാണ് വോളണ്ടർ. വോളണ്ടറിൻ്റെ പവർ എന്ന് പറയണത് അതാണ്. വാൽക്കറീസിലെ സിസ്റ്റേഴ്സിൻ്റെ മെയിൻ പവറായിരുന്നു വോളണ്ടർ. ആ പവേഴ്സ് എന്ന് പറയുന്നത് ബോഡി ട്രാൻസ്ഫോർമേഷനാണ്. ബാക്ക് ടു ഫൈറ്റ്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഈ അടിയിൽ നമ്മുടെ ലുബു ആണെങ്കിൽ നേരെ കത്തി അങ്ങോട്ട് കയറ്റി വിടുന്നുണ്ട്. അതേ ചോര പിന്നെ അവിടെ തെറിക്കുന്നുണ്ട്. ഇത് കണ്ട് സിയൂസ് ആണെങ്കിൽ ആരടവൻ ഇത്ര പവർഫുൾ ആവാനായിട്ട് ആരടവൻ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വോളണ്ടർ കണ്ടുപിടിച്ചത് എന്തായാലും ബ്രൂണായിരിക്കും. എനിക്ക് ബ്രൂണിൻ്റെ ഭയങ്കര ഇഷ്ടമായി. ബ്രൂൺ എൻ്റെ കല്യാണം കഴിക്കും, ബ്രൂൺ സേഡ്സ് വന്ന് തോന്നുന്നു, ബ്രൂൺ കല്യാണം കഴിക്കും, ബ്രൂൺ നമുക്കൊന്നും മനസ്സിലാവില്ല കാരണം അവരെന്താ പറയുന്നത്. ബ്രൂണിനെ പിടിച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട്, ഇങ്ങനെ ഉമ്മ വയ്ക്കണം കാണിക്കുന്നുണ്ട്. ആ ഉമ്മ വയ്ക്കണം കാണിക്കുമ്പോൾ ആ ഗോള് അങ്ങോട്ട് പേടിച്ചുകൊണ്ട് കേട്ടോ. അങ്ങോട്ട് പോണ്ട, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ തോറിൻ്റെ വെപ്പണാണ് ഈ കിടന്ന് ചുമക്കാൻ തുടങ്ങുന്നത്. ലുബുവിൻ്റെ അടുത്ത് കിടന്നാണ് ചുമക്കാൻ തുടങ്ങുന്നത്. അത് ഫുള്ളി റെഡ് കളറാവാൻ തുടങ്ങും. പെട്ടെന്ന് അവിടെ ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കണമെങ്കിൽ ആ തോറിൻ്റെ വെപ്പണിൻ്റെ ഓറാണെന്ന് പ്രൊഡ്യൂസ് ആവുകയാണ്. ഇത് കണ്ടിട്ട് ആ തോറിൻ്റെ അവനാണെങ്കിൽ പറയുന്നുണ്ട് തോറിൻ്റെ വെപ്പൺ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ തോറാണെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെ നീ അവസാനം ആവേക്കണായില്ലേ. അപ്പോൾ നോക്കുമ്പോൾ ആ വെപ്പണാണെങ്കിൽ പൊട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുമാതിരി പൊട്ടി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലഷി പാർട്സൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ചുറ്റികയ്ക്ക് ജീവനുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്ലഷി പാർട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് വന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് ഒരു ഹാർട്ട് ബീറ്റ് അടിക്കണ പോലെ ഇങ്ങനെ പൊങ്ങും താഴും. ഈ ഒരു ചുറ്റി കണ്ട് ഗോളാണെങ്കിൽ പേടിച്ചങ്ങോട്ട് ഇല്ലാണ്ടായി പോവാണ്. ഗോൾ ആരാന്ന് വെച്ചാൽ ലാസ്റ്റ് സിസ്റ്ററാട്ടോ വാൽക്കറിയില്ലേ. ഹെർംസിനാണെങ്കിൽ ഇത് കണ്ടിട്ടാണെങ്കിൽ അങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ തോറാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലൗസ് അല്ലെങ്കിൽ അടുത്ത ഇത് ഊരുവാണ്, അടുത്ത ഷീൽഡ് ഊരി നേരെ താഴത്തേക്ക് ഇട്ടതും അതൊരു പൊട്ടിത്തെറിക്കുകയാണ്. നമ്മുടെ റോക്കിലി കാലിന്നത് ഊരിക്കളഞ്ഞ പോലെ അവിടെ ഒരു വലിയ കുഴി വരെയാണ് ആ ഗ്ലൗസ് പോയി ഇരുന്നിട്ട് തന്നെ. തോറാണെങ്കിൽ ഇപ്പം നേരെ ആ വെപ്പണിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് തോറ് തൻ്റെ കൈ ഉപയോഗിച്ച് അത്രയുള്ള വെപ്പണെ തൊടാനായിട്ട് പോവുകയാണ്. തൊടാനെന്ന് പറയാൻ പറ്റില്ല, ആ വെപ്പൺ എടുത്ത് കൈക്ക് പിടിക്കുകയാണ്. നേരെ ലുബുവിൻ്റെ നേരെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിട്ട് തോറെടുത്ത് തോളത്ത് വെച്ചൊരു നിപ്പുണ്ട് മോനെ, കിട്ടിലൊരു സീനായിരുന്നത്. പിന്നെ തോറ് ആ എനർജി മൊത്തം ആ ഒരു ചുറ്റികയിലേക്ക് ആവാഹിച്ചെടുത്തിട്ട് നേരെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും
ഗോളിൻ്റെ അല്ലെങ്കിൽ ബ്രൂണിൻ്റെ ഫോണിലേക്കാണെങ്കിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജ് കണ്ട് ബ്രൂൺ തന്നെ ഷോക്കായിക്കോണ്. അപ്പോൾ നമ്മുടെ ഗോളിനും അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗോളും അത് ഷോക്കാവാണ്. സോ അതിലെന്താണെന്ന് വെച്ചാൽ ഇനി വരാൻ പോണ ഫൈറ്റ്സിൻ്റെ ആൾക്കാരുടെ പേരാണ് സിയൂസ്, ബുദ്ധ, ലോഗി, അപ്പോളോ, പൊസൈഡൻ, സുസാനോ നോ മിക്കോട്ടോ, കു ഷി ഹുവാങ്, കിങ് ലെഗോണിൻസ്, നിക്കോള ടെസ്ല, കോജിറോ സസാക്കി, ജാക്ക് റിപ്പർ, ആഡം, ഹെർക്കുലീസ്, തോർ, വൈസ്രാവ, അനൂബിസ്, ഓഡിൻ, ബീൽസെബ്, ശിവ. ഈ 13 റൗണ്ട് നേരത്തെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞതാണോ എന്നാണ് നമ്മുടെ ഗോള് ചോദിക്കുന്നത്. സോ ഇതാണ് ഇനി വരാൻ പോണ ഫൈറ്റ്. ഈ ഫൈറ്റേഴ്സ് ആയിരിക്കും ഇനി അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഫുൾ ലിസ്റ്റ് നമ്മൾ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗോള് പറയുന്നുണ്ട് മനുഷ്യരുടെ അവസാനത്തിൻ്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കണ്ട് നമ്മുടെ ബ്രൂൺ പറയുന്നുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സോ ഇത് ഹെർംസിൻ്റെ കയ്യിലും കിട്ടുവാണ് ആ മെസ്സേജ്. അത് നമ്മുടെ സിയൂസിനെ കാട്ടിക്കൊടുക്കുകയാണ്. സിയൂസ് ഈസ് ഓൾവേസ് ഹാപ്പി. മനുഷ്യരും ദൈവങ്ങളും തമ്മിലുള്ള അവസാനത്തെ യുദ്ധമായ റാഗ്നറോക്ക് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തോറാണെങ്കിൽ ആ വെപ്പണാണെങ്കിൽ ഫുൾ പവറിലൊരു എയർ കൊടുക്കുകയാണ്. കറക്കിയായിട്ട് എറിയണത്. കറക്കി എറിഞ്ഞ് നേരെ അത് ലുബുവിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. ലുബു ആണെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ മാറും എന്നുള്ളത്. പണ്ട് ഞാനൊരു ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡിലോ ഈ എപ്പിസോഡിലോ കണ്ട്. അതിൽ ആ വലിയ ടൈറ്റിൻ്റെ ഓവർപവർഡ് ടൈറ്റിൻ്റെ മറ്റേ കീഴ്പ്പെടുത്തിയത് തന്നെ ഈ ഒരു ടെക്നിക്ക് വെച്ചാണ്. അപ്പോൾ അത് നേരെ ലുബുവിൻ്റെ അടുത്തേക്ക് വിട്ടതും ലുബു ഒന്ന് താഴത്തേക്ക് ചെരിഞ്ഞു കൊടുക്കുകയാണ്. സോ അത് കൃത്യമായിട്ട് ലുബു കൈമാറി വിടുവാണ്. പക്ഷേ അത് നേരെ അപ്പുറത്തെ ആൾക്കാരുടെ നേരേക്ക് വീണു. അവർക്കൊന്നും പറ്റിയില്ല. ലുബുവിൻ്റെ നെഞ്ചത്തുനിന്നൊക്കെ പോകേണ്ട അത് പോയതിൻ്റെ ഒരു ചൂടായിട്ടാണ് തോന്നുന്നു. സോ അടുത്ത സെക്കൻഡിൽ തന്നെ ലുബു മിന്നൽ വേഗതയിൽ അടുത്തൊരു അറ്റാക്ക് നേരെ കൊടുക്കുകയാണ്. സോ തോറിൻ്റെ നേരെയാണ് ആ ഒരു അറ്റാക്ക് കൊടുത്തത്. പക്ഷേ തോറാണെങ്കിൽ മാറണേക്കാൾ മുന്നേ തന്നെ ബാക്കിൽ നിന്ന് അത് റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ കറക്കി വിട്ടത് വിർസ്ബിയുടെ റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ലുബു ചാടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നേരെ തോറിനെ നേടാൻ വിടുവാണ്. തോറാണെങ്കിൽ 2 അല്ല 8 കൽപ്പിച്ച് അവിടെ നിൽക്കുവാണ്. ആ സാധനം നേരെയാണ് വരുന്നത്. തോറാണെങ്കിൽ അതിൻ്റെ നേരെ കൈ നീട്ടുവാണ്. സോ കൈ നീട്ടി അടുത്ത സെക്കൻഡിൽ തന്നെ തോറിൻ്റെ വന്ന് പതിക്കുന്നു. പക്ഷേ തോർ അത് കിഡിലായിട്ട് പിടിച്ച് സേവ് ചെയ്തിട്ടുണ്ട്. തോറിനെ സ്ലിപ്പ് ആവുണ്ടെങ്കിലും തോർ അവിടെ ഗ്രിപ്പിൽ നിൽക്കുന്നുണ്ട്. കിട്ടിലും പിടുത്തായിരുന്നത്. അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ്, ആ പിടുത്തതിൻ്റെ ഇമ്പാക്റ്റ് ആയിരുന്നു ഒരു വലിയ വിൻഡ് തന്നെ അവിടെ ക്രിയേറ്റ് ആണ്. ഇതുകൊണ്ട് ലുബു ആണെങ്കിൽ ഒന്ന് മാറി നിന്നിട്ട് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്കും നമ്മുടെ തോർ ഡോഡ്ജ് ചെയ്തിട്ട് തോറിൻ്റെ ഒരു അറ്റാക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു അറ്റാക്കിൻ്റെ പേരാണ് ജെറിയോട്ട് തോർസ് ഹാമർ. സോ ഈ അറ്റാക്ക് വന്നാണ്ട് ലുബു ആണെങ്കിൽ പേടിച്ച് ഓടാണ്ട് ചിരിക്കണം. ഈ ചിരി കണ്ടിട്ട് എനിക്ക് പേടിച്ച് ഓടണ പോലെ തന്നെയുണ്ട്. സോ അവിടെ പെട്ടെന്നൊരു പൊട്ടിത്തെറി നടക്കുകയാണ്. ആരെങ്കിലും ചത്തോ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.